Hello everyone, welcome back to Rank Excel PSC. SCRT ന്യൂ ടെക്സ്റ്റ് ബുക്ക് സീരീസിലെ 10th സോഷ്യൽ സയൻസ് പാർട്ട് 1 യൂണിറ്റ് 9 ഇന്ത്യൻ സാമൂഹിക വ്യവസ്ഥയെ അറിയാം എന്നുള്ള ചാപ്റ്റർ നമ്മൾ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ആ ഒരു ചാപ്റ്റർ റിലേറ്റഡ് മോക്ക് ടെസ്റ്റ് ആണ് ഇന്ന് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഈ ചാപ്റ്റർ നന്നായി പഠിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഈ മോക്ക് ടെസ്റ്റ് ചെയ്ത ശേഷം നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് കമന്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റിലൂടെ അറിയിക്കാം. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെയും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, സമൂഹത്തെ ഒരു ജീവവ്യവസ്ഥയോട്, ദാറ്റ് മീൻസ് ഓർഗാനിക് സിസ്റ്റത്തോട് താരതമ്യം ചെയ്ത പ്രമുഖ സാമൂഹിക ശാസ്ത്രജ്ഞൻ ആരാണ്? GS ഗുര്യേ, ഹെർബർട്ട് സ്പെൻസർ, ആഗസ് കോംതെ, മാക്സ് വെബർ. അപ്പൊ സമൂഹത്തെ ഒരു ജീവവ്യവസ്ഥയോട് താരതമ്യം ചെയ്ത പ്രമുഖ സാമൂഹ്യ ശാസ്ത്രജ്ഞൻ ആരാണ്? ഇതിന്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ഹെർബർട്ട് സ്പെൻസർ. അപ്പൊ സമൂഹത്തെ ഒരു ജീവവ്യവസ്ഥയോട് താരതമ്യം ചെയ്ത പ്രമുഖ സാമൂഹിക ശാസ്ത്രജ്ഞനാണ് ആര്? ഹെർബർട്ട് സ്പെൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, മനുഷ്യ ശരീര വ്യവസ്ഥയും സാമൂഹിക വ്യവസ്ഥയും തമ്മിലുള്ള സാമ്യം അവതരിപ്പിച്ചുകൊണ്ട് സമൂഹം ഒരു സാമൂഹിക ജീവിയാണ് എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആര്? അപ്പോൾ സമൂഹം എന്ന് പറയുന്നത്, സൊസൈറ്റി എന്ന് പറയുന്നത് സോഷ്യൽ ഓർഗാനിസം ആണ് എന്ന ആശയം മുന്നോട്ട് വെച്ച വ്യക്തി ആരാണ്? ഓപ്ഷൻസ്: ഹെർബർട്ട് സ്പെൻസർ, GS ഗുര്യേ, MN ശ്രീനിവാസ്, ഈമിൽ ദുർഗീം. ഇതിൽ ആരാണ് മനുഷ്യ ശരീര വ്യവസ്ഥയും സാമൂഹ്യ വ്യവസ്ഥയും തമ്മിലുള്ള സാമ്യം അവതരിപ്പിച്ചുകൊണ്ട് സമൂഹം ഒരു സാമൂഹിക ജീവിയാണെന്ന ആശയം മുന്നോട്ട് വെച്ചത്? ആരാണോ സമൂഹത്തെ ജീവവ്യവസ്ഥയുമായി താരതമ്യം ചെയ്തത് അദ്ദേഹം തന്നെയാണ് സമൂഹം ഒരു സാമൂഹിക ജീവിയാണ് എന്ന് പറഞ്ഞത്. ഇതിൽ ഓപ്ഷൻ എ, ഹെർബർട്ട് സ്പെൻസർ തന്നെയാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ സമൂഹ ശാസ്ത്രത്തിന്റെ തുടക്കക്കാരിൽ പ്രധാനിയും ഇന്ത്യൻ സാമൂഹിക വ്യവസ്ഥയെക്കുറിച്ച് സമഗ്രമായ വീക്ഷണം അവതരിപ്പിക്കുകയും ചെയ്ത വ്യക്തി ആരാണ്? ഇന്ത്യൻ സമൂഹ ശാസ്ത്രത്തിന്റെ തുടക്കക്കാരിൽ പ്രധാനിയും ഇന്ത്യൻ സാമൂഹിക വ്യവസ്ഥയെക്കുറിച്ച് സമഗ്രമായ വീക്ഷണം അവതരിപ്പിക്കുകയും ചെയ്ത വ്യക്തി ആരാണ്? ഓപ്ഷൻസ്: BR അംബേദ്കർ, ഓപ്ഷൻ ബി ഹെർബർട്ട് സ്പെൻസർ, ഓപ്ഷൻ സി GS ഗുര്യേ, ഓപ്ഷൻ ഡി DP മുഖർജി. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, GS ഗുര്യേ. അടുത്ത ക്വസ്റ്റ്യൻ, കാസ്റ്റ് ആൻഡ് റേസ് ഇൻ ഇന്ത്യ എന്ന പ്രശസ്തമായ ഗ്രന്ഥം രചിച്ചതാര്? MN ശ്രീനിവാസ്, GS ഗുര്യേ, AR ദേശായി, ഹെർബർട്ട് സ്പെൻസർ. ഇതില് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, GS ഗുര്യേ ആണ് കാസ്റ്റ് ആൻഡ് റേസ് ഇൻ ഇന്ത്യ എന്നിട്ടുള്ള പ്രശസ്തമായ ഗ്രന്ഥം രചിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, ഹെർബർട്ട് സ്പെൻസറുടെ സാമൂഹിക ആശയങ്ങളുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. മനുഷ്യ ശരീരത്തിന്റെ അവയവങ്ങൾ പരസ്പര ബന്ധിതവും പൂരകവുമായി പ്രവർത്തിക്കുന്നത് പോലെയാണ് സമൂഹത്തിലെ വിവിധ സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നത്. സമൂഹത്തിന്റെ സ്ഥിരതയും വളർച്ചയും ക്രമവും നിലനിർത്താൻ വിവിധ ഘടകങ്ങളുടെ ഏകോപനം ആവശ്യമില്ല എന്ന് അദ്ദേഹം വാദിച്ചു. മുകളിൽ നൽകിയിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ എ 1 മാത്രം, ഓപ്ഷൻ ബി 2 മാത്രം, ഓപ്ഷൻ സി 1 2, ഓപ്ഷൻ ഡി 1 2 തെറ്റാണ്. അപ്പൊ ഹെർബർട്ട് സ്പെൻസറുടെ സാമൂഹിക ആശയങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി എന്നുള്ളതാണ്. അപ്പൊ മനുഷ്യ ശരീരത്തിന്റെ അവയവങ്ങൾ പരസ്പര ബന്ധിതവും പൂരകവുമായി പ്രവർത്തിക്കുന്നത് പോലെയാണ് സമൂഹത്തിലെ വിവിധ സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നത് എന്നുള്ളത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. സമൂഹത്തിന്റെ സ്ഥിരതയും വളർച്ചയും ക്രമവും നിലനിർത്താൻ വിവിധ ഘടകങ്ങളുടെ ഏകോപനം ആവശ്യമില്ല എന്ന് അദ്ദേഹം വാദിച്ചു. ഇത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. ഏകോപനം ആവശ്യമാണ്. അപ്പൊ ഇതില് ഓപ്ഷൻ 1 മാത്രമാണ് ശരിയായിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, GS ഗുര്യയുടെ ഇന്ത്യൻ സാമൂഹിക വ്യവസ്ഥയെക്കുറിച്ചുള്ള നിരീക്ഷണങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? ഇന്ത്യൻ സാമൂഹിക വ്യവസ്ഥ അടയാളപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് വൈവിധ്യത്തിന്റെയും തുടർച്ചയുടെയും സവിശേഷ സമ്മേളനമായാണ്. ഇന്ത്യൻ സാമൂഹിക വ്യവസ്ഥയുടെ കേന്ദ്ര സവിശേഷതയായി അദ്ദേഹം ജാതി വ്യവസ്ഥയെ ചൂണ്ടിക്കാണിക്കുന്നു.
ഇന്ത്യയുടെ സാമൂഹിക വ്യവസ്ഥ പ്രാദേശികവും ഭാഷാപരവും മതപരവുമായ ബഹുസ്വരതയാൽ സമ്പന്നമാണ്. GS ഗുരിയുടെ ഇന്ത്യൻ സാമൂഹിക വ്യവസ്ഥയെക്കുറിച്ചുള്ള നിരീക്ഷണങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിലെ എല്ലാ ഓപ്ഷൻസും ശരിയാണ്. അപ്പൊ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇതിലെ എല്ലാ പ്രസ്താവനകളും ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, സാമൂഹിക വ്യവസ്ഥയെ സംബന്ധിച്ച താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏത്? ഇത്രയേറെ ശരിയായിട്ടുള്ള ചോദിച്ചത്, ഇനി തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതാണ്? അപ്പൊ വ്യക്തികളുടെയും സംഘങ്ങളുടെയും പെരുമാറ്റത്തെയും പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നത് സാമൂഹിക സ്ഥാപനങ്ങളാണ്. വിവിധ സാമൂഹിക സ്ഥാപനങ്ങളെ പരസ്പരം ബന്ധിപ്പിച്ച് സമൂഹത്തിലെ ബന്ധങ്ങൾക്കും ഇടപെടലുകൾക്കും ക്രമമുണ്ടാക്കുന്ന വ്യവസ്ഥയാണ് സാമൂഹിക വ്യവസ്ഥ. ഓരോ സാമൂഹിക സ്ഥാപനങ്ങൾക്കും വിവിധ ഘടകങ്ങളും അവയുടേതായ ധർമ്മങ്ങളും ഉണ്ട്. എന്നാൽ അവ പരസ്പരം പൂരകങ്ങളല്ല. കുടുംബം, വിദ്യാഭ്യാസം, സാമ്പത്തികം, മതം, സർക്കാർ തുടങ്ങിയവ സമൂഹത്തിന്റെ നിലനിൽപ്പിനെ സഹായിക്കുന്ന സാമൂഹിക സ്ഥാപനങ്ങളാണ്. അപ്പൊ ഈ പറഞ്ഞ ഓപ്ഷൻസിലെ സാമൂഹിക വ്യവസ്ഥയെ സംബന്ധിച്ചുള്ള തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. അതില് ഓപ്ഷൻ സി ആണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. ഓരോ സാമൂഹിക സ്ഥാപനങ്ങൾക്കും വിവിധ ഘടകങ്ങളും അവയുടേതായിട്ടുള്ള ധർമ്മങ്ങളും ഉണ്ട്. അതുവരെയ്ക്ക് ശരിയാണ്. എന്നാൽ അവ പരസ്പര പൂരകങ്ങളല്ല എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പരസ്പര പൂരകങ്ങളാണ് എന്നുള്ളതാണ് ശരി. അടുത്ത ക്വസ്റ്റ്യൻ, കാസ്റ്റ് ഇൻ മോഡേൺ ഇന്ത്യ ആൻഡ് അതർ എസ്സേസ് എന്ന പ്രശസ്തമായ ഗ്രന്ഥം രചിച്ചതാര്? GS ഗുരി, MN ശ്രീനിവാസ്, BR അംബേദ്കർ, ഇർഫാൻ ഹബീബ്. കാസ്റ്റ് ഇൻ മോഡേൺ ഇന്ത്യ ആൻഡ് അതർ എസ്സേസ് എന്ന പ്രശസ്തമായിട്ടുള്ള ഗ്രന്ഥം രചിച്ചതാര്? ഇതില് ഓപ്ഷൻ ബി MN ശ്രീനിവാസ് ആണ്. ഇന്ത്യയിൽ തൊട്ടുകൂടായ്മ കുറ്റകൃത്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് പാർലമെന്റ് ആദ്യമായി തൊട്ടുകൂടായ്മ നിയമം പാസാക്കിയ വർഷം ഏത്? 1950, 1955, 1976, 1989. ഇതിലെ ഏത് വർഷമാണ് തൊട്ടുകൂടായ്മ കുറ്റകൃത്യങ്ങൾ നിയമം പാസാക്കിയ വർഷം? 9ാമത്തെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. 1955 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, 10ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 1955 പാസാക്കിയ തൊട്ടുകൂടായ്മ കുറ്റകൃത്യങ്ങൾ നിയമം ഏത് വർഷത്തെ ഭേദഗതിയിലൂടെയാണ് പൗരാവകാശ സംരക്ഷണ നിയമം ദ പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് എന്ന് പുനർനാമകരണം ചെയ്തത്? ഓപ്ഷൻസ് 1965, 1972, 1976, 1986. അപ്പോൾ 1955 തൊട്ടുകൂടായ്മ കുറ്റകൃത്യങ്ങൾ നിയമം ഏത് വർഷത്തെ ഭേദഗതിയിലൂടെയാണ് പൗരാവകാശ സംരക്ഷണ നിയമമായിട്ട് മാറിയത്? ഇതിൽ ഓപ്ഷൻ സി 1976 ഭേദഗതിയിലൂടെയാണ് പൗരാവകാശ സംരക്ഷണ നിയമമായിട്ട് പുനർനാമകരണം ചെയ്തത്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ വ്യക്തികളുടെയോ സാമൂഹിക പദവിയിലോ പദവി ഗ്രൂപ്പിലോ ഉണ്ടാകുന്ന മാറ്റത്തെ സൂചിപ്പിക്കുന്ന പദം ഏതാണ്? സാമൂഹിക ശ്രേണീകരണം, സ്വഗണ വിവാഹം, സാമൂഹിക ചലനാത്മകത, തൊഴിൽ വിഭജനം. ഇപ്പൊ ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ വ്യക്തികളുടെയോ സാമൂഹിക പദവിയിലോ പദവി ഗ്രൂപ്പിലോ ഉണ്ടാകുന്ന മാറ്റത്തെ സൂചിപ്പിക്കുന്ന പദം ഏതാണ്? ഇതില് ഓപ്ഷൻ സി സാമൂഹിക ചലനാത്മകത, സോഷ്യൽ മൊബിലിറ്റി എന്നാണ് പറയുക. അടുത്ത ക്വസ്റ്റ്യൻ, പരമ്പരാഗത ഇന്ത്യൻ ജാതി വ്യവസ്ഥയുടെ സവിശേഷതകളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? ഒരു വ്യക്തിയുടെ ജാതി നിശ്ചയിക്കപ്പെടുന്നത് ജന്മത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ജാതി വ്യവസ്ഥ സ്വഗണ വിവാഹത്തെ, അതായത് സ്വന്തം ജാതിയിൽ നിന്ന് മാത്രമുള്ള വിവാഹത്തെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. പരമ്പരാഗത ജാതി വ്യവസ്ഥയിൽ വ്യക്തികൾക്ക് സ്വന്തം കുലത്തൊഴിലല്ലാതെ മറ്റൊരു തൊഴിൽ സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യം പൂർണ്ണമായും ഉണ്ടായിരുന്നു. അപ്പൊ ഇതില് ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. പരമ്പരാഗത ഇന്ത്യൻ ജാതി വ്യവസ്ഥയുടെ സവിശേഷതകളുമായി ബന്ധപ്പെട്ട് ഉള്ള ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. ഇപ്പൊ ഓപ്ഷൻസ് 1, 3 എന്നിവ മാത്രം, ഓപ്ഷൻ ബി 2, 3 എന്നിവ മാത്രം, ഓപ്ഷൻ സി 1, 2 എന്നിവ മാത്രം,
ഓപ്ഷൻ ഡി 1, 2, 3 എന്നിവയെല്ലാം. ഇതില് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. 1, 2 എന്നിവ മാത്രമാണ്. അപ്പൊ പരമ്പരാഗതമായിട്ടുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള ജാതി വ്യവസ്ഥയിലും വ്യക്തികൾക്ക് സ്വന്തം കുലത്തൊഴിലല്ലാതെ മറ്റൊരു തൊഴിൽ സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണെങ്കിൽ അതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായി അല്ലെ. ഇപ്പം മുമ്പ് അതിന് കുലത്തൊഴിലല്ലാതെ മറ്റൊരു തൊഴിൽ സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. അടുത്ത ക്വസ്റ്റ്യൻ, ജാതി സമ്പ്രദായത്തിന്റെ അടിസ്ഥാന ഘടനയെ കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. ജാതി സമ്പ്രദായത്തിന്റെ അടിത്തറയായിരുന്നു ശുദ്ധി അശുദ്ധി എന്ന ധാരണ. ഇത് ജാതി വ്യത്യാസങ്ങൾ കർശനമായി നിലനിർത്തുന്നതിനും നിശ്ചിത സാമൂഹിക അകലം പാലിക്കുന്നതിനും കാരണമായി. പൗരാവകാശ സംരക്ഷണ നിയമം നിലയിൽ വന്നത് 1950-ലാണ്. മുകളിൽ നൽകിയിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതാണ് അല്ലെങ്കിൽ ഏവയാണ്? ഇപ്പൊ ഓപ്ഷൻ എ 1 മാത്രം, ഓപ്ഷൻ ബി 1, 2 എന്നിവ മാത്രം, ഓപ്ഷൻ സി 2, 3 എന്നിവ മാത്രം, ഓപ്ഷൻ ഡി 1, 2, 3 എന്നിവയെല്ലാം. അപ്പൊ ജാതി സമ്പ്രദായത്തിന്റെ അടിസ്ഥാന ഘടനയെ കുറിച്ചുള്ള പ്രസ്താവനകളാണ്. ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ജാതി സമ്പ്രദായത്തിന്റെ അടിത്തറയായിരുന്നു ശുദ്ധി അശുദ്ധി എന്ന ധാരണ. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഇത് ജാതി വ്യത്യാസങ്ങൾ കർശനമായി നിലനിർത്തുന്നതിനും നിശ്ചിത സാമൂഹിക അകലം പാലിക്കുന്നതിനും കാരണമായി. ശരിയാണ്. പൗരാവകാശ സംരക്ഷണ നിയമം നിലയിൽ വന്നത് 1950-ലാണ്. ഇപ്പൊ പൗരാവകാശ സംരക്ഷണ നിയമം നിലയിൽ വന്നത് 1950-ലാണോ? അത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പൊ ഇതില് ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 1, 2 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ സാമൂഹിക ചലനാത്മകതയ്ക്ക് ഏറ്റവും അനുയോജ്യമായ ഉദാഹരണം ഏതാണ്? ഒരാൾ ജനിച്ച ജാതിയിൽ തന്നെ തുടരുന്നത്. ജോലി സംബന്ധമായ ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന സ്ഥാനക്കയറ്റമോ സാമൂഹിക പദവിയിലെ മാറ്റമോ. ഒരു വ്യക്തി സ്വന്തം ജാതിയിൽ നിന്ന് മാത്രം വിവാഹം കഴിക്കുന്നത്. പരമ്പരാഗതമായ കുലത്തൊഴിൽ തലമുറകളായി പിന്തുടരുന്നത്. അപ്പൊ സാമൂഹിക ചലനാത്മകതയ്ക്ക് ഉദാഹരണം ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ജോലി സംബന്ധമായി ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന സ്ഥാനക്കയറ്റമോ സാമൂഹിക പദവിയിലെ മാറ്റമോ ആണ് സോഷ്യൽ മൊബിലിറ്റിക്ക് അല്ലെങ്കിൽ സാമൂഹിക ചലനാത്മകതയ്ക്കുള്ള ഉദാഹരണം. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് മതം, വർഗം, ജാതി, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനം നിരോധിച്ചിരിക്കുന്നത്? ഓപ്ഷൻ എ അനുച്ഛേദം 14, അനുച്ഛേദം 15, അനുച്ഛേദം 17, അനുച്ഛേദം 21. ഇതില് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. അനുച്ഛേദം 15-ലാണ് പറയുന്നത് മതം, വർഗം, ജാതി, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനം നിരോധിച്ചിരിക്കുന്നു എന്നുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ നൽകിയിരിക്കുന്നവയിൽ സ്വന്തം ജാതിയിൽ നിന്ന് മാത്രമുള്ള വിവാഹ സമ്പ്രദായത്തെ സൂചിപ്പിക്കുന്ന പദം? എക്സോഗമി, ഇൻസെസ്റ്റ്, എൻഡോഗമി, പോളിഗമി. അപ്പൊ ഇതില് സ്വന്തം ജാതിയിൽ നിന്ന് മാത്രമുള്ള വിവാഹ സമ്പ്രദായത്തെ സൂചിപ്പിക്കുന്ന പദം അത് ഏതാണ്? എൻഡോഗമിയാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. എൻഡോഗമി, സ്വഗണ വിവാഹം, അതാണ് എൻഡോഗമി. സ്വഗണ വിവാഹത്തെയാണ് എൻഡോഗമി എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്നത് ഏത് മതഗ്രന്ഥത്തിലെ പ്രധാന സന്ദേശമാണ്? ഭഗവത്ഗീത, ബൈബിൾ, ഖുറാൻ, ഗുരു ഗ്രന്ഥ സാഹിബ്. ഇത് നമുക്ക് വളരെ സുപരിചിതമായിട്ടുള്ള ഒരു വചനാണ് അല്ലെ, ഒരു സന്ദേശമാണ്. അപ്പൊ അത് ഏത് മതഗ്രന്ഥത്തിലേതാണ്? ഓപ്ഷൻ ബി ബൈബിൾ. രാജസ്ഥാനിലെ പ്രശസ്തമായ ദിൽവാര ജൈന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉദയ്പൂർ, മൗണ്ട് അബു, ജയ്പൂർ, ജോധ്പൂർ. അപ്പൊ രാജസ്ഥാനിലെ പ്രശസ്തമായിട്ടുള്ള ദിൽവാര ജൈന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇതില് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. മൗണ്ട് അബു. അടുത്ത ക്വസ്റ്റ്യൻ,
ഇന്ത്യൻ മതനിരപേക്ഷതയെയും സാംസ്കാരിക വൈവിധ്യത്തെയും സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ തന്നെ ഇന്ത്യ ഒരു മതനിരപേക്ഷ രാഷ്ട്രമാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഭരണകൂടം ഒരു മതത്തിനും പ്രത്യേക പരിഗണന നൽകില്ല എന്നതാണ് ഇന്ത്യൻ മതനിരപേക്ഷതയുടെ പ്രത്യേകത. ഇന്ത്യയിൽ ഉത്ഭവിച്ച മതങ്ങൾക്ക് മാത്രമാണ് ഇന്ത്യൻ സാമൂഹിക വ്യവസ്ഥയിൽ സ്ഥാനമുള്ളത്. പുറത്തു നിന്ന് വന്ന മതങ്ങൾക്ക് ഇവിടെ സ്ഥാനമില്ല. ഓപ്ഷൻസ്: ഓപ്ഷൻ എ 1, 3 എന്നിവ മാത്രം, ഓപ്ഷൻ ബി 2, 3 എന്നിവ മാത്രം, ഓപ്ഷൻ സി 1, 2 എന്നിവ മാത്രം, ഓപ്ഷൻ ഡി 1, 2, 3 എന്നിവയെല്ലാം. അപ്പൊ ഇതില് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 1, 2 എന്നിവ മാത്രമാണ് ശരിയായിട്ടുള്ളത്. പ്രസ്താവന 3 തെറ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ: മതാചാര്യന്മാരും അവരുടെ സന്ദേശങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏതാണ്? സത്യം മാത്രമാവുക ജ്ഞാനം, സത്യസന്ധമായി ജീവിക്കുന്നത് അതിലും മഹത്തരമാകുന്നു. ഗുരു ഗ്രന്ഥ സാഹിബ്. കർമ്മഫലത്തെ ആഗ്രഹിക്കാതെ കർമ്മം ചെയ്യുക. ഭഗവത്ഗീത. സത്യസന്ധരായി ഇരിക്കുക, കാരണം സത്യം നീതിയിലേക്ക് നയിക്കുന്നു. മീരാബായ്. അപ്പൊ ഇതില് തെറ്റായിട്ടുള്ള ജോഡിയാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ 1 മാത്രം, ഓപ്ഷൻ ബി 3 മാത്രം, ഓപ്ഷൻ സി 2, 3 എന്നിവ, ഓപ്ഷൻ ഡി 1, 2 എന്നിവ. അപ്പൊ ഇതില് മൂന്നാമത്തെ പ്രസ്താവന അല്ലെങ്കിൽ മൂന്നാമത്തെ ജോഡിയാണ് തെറ്റായിട്ടുള്ളത്. അപ്പൊ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇതിലെ തെറ്റായ ജോഡി 3 മാത്രമാണ്. അത് മീരാബായ് അല്ല, മുഹമ്മദ് നബിയാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ: ചരിത്രപരമായി സാമൂഹിക വ്യവസ്ഥയിലെ അസമത്വങ്ങൾക്കെതിരെ നടന്ന പോരാട്ടങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ പരിശോധിക്കുക. ജാതിപരമായ അസമത്വങ്ങൾക്കെതിരെയും അടിച്ചമർത്തലുകൾക്കെതിരെയും ഇന്ത്യയിലുടനീളം നിരവധി പോരാട്ടങ്ങൾ നടന്നിട്ടുണ്ട്. കല്ലുമാല സമരം, മൂക്കുത്തി സമരം, പന്തിഭോജനം, ചാന്നാലഹള മുതലായവ കേരളത്തിലുണ്ടായ സാമൂഹിക പോരാട്ടങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ഹിന്ദു മുസ്ലിം ഐക്യത്തിനു വേണ്ടി പ്രവർത്തിച്ച പ്രധാന നവോത്ഥാന നായകനായിരുന്നു കബീർ ദാസ്. ഇതില് ഓപ്ഷൻ ഡി, ഇതിലെല്ലാം ശരിയാണ്. 1, 2, 3 പ്രസ്താവനകൾ ശരിയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ 8ാം പട്ടികയിൽ നിലവിൽ എത്ര ഔദ്യോഗിക ഭാഷകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്? ഇന്ത്യൻ ഭരണഘടനയുടെ 8ാം പട്ടികയിൽ നിലവിൽ എത്ര ഔദ്യോഗിക ഭാഷകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്? 14, 18, 22, 25. ഏതാണ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 22 ഔദ്യോഗിക ഭാഷകളാണ് ഉള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ: കിൻഷിപ്പ് ഓർഗനൈസേഷൻ ഇന്ത്യ 1953 എന്ന പ്രശസ്തമായ ഗ്രന്ഥം രചിച്ച പ്രമുഖ ഇന്ത്യൻ നരവംശ ശാസ്ത്രജ്ഞ അല്ലെങ്കിൽ സാമൂഹിക ശാസ്ത്രജ്ഞ ആരാണ്? ലീല ദുബെ, ഇരാവതി കാർവെ, MN ശ്രീനിവാസ്, റൊമില ദാപ്പർ. ഇതില് കിൻഷിപ്പ് ഓർഗനൈസേഷൻ ഇന്ത്യ 1953 എന്ന പ്രശസ്തമായിട്ടുള്ള ഗ്രന്ഥം രചിച്ച പ്രമുഖ ഇന്ത്യൻ നരവംശ ശാസ്ത്രജ്ഞ അല്ലെങ്കിൽ സാമൂഹിക ശാസ്ത്രജ്ഞ ആരാണ്? ഇതില് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇരാവതി കാർവെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ: ഇരാവതി കാർവെയുടെ വർഗീകരണ പ്രകാരം താഴെ പറയുന്നവയിൽ ആസ്ട്രോ ഏഷ്യാറ്റിക് ഭാഷാ കുടുംബത്തിൽ ഉൾപ്പെടാത്ത ഭാഷ ഏതാണ്? ഉൾപ്പെടാത്ത ഭാഷയാണ് ചോദിച്ചിട്ടുള്ളത്. മുണ്ടരി, സന്താലി, ഖാസി, തോഡ. ഇതില് ആസ്ട്രോ ഏഷ്യാറ്റിക് ഭാഷാ കുടുംബത്തിൽ പെടാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി തോഡയാണ്. തോഡ ദ്രാവിഡ ഭാഷാ കുടുംബത്തിൽ വരുന്ന ഭാഷയാണ്. അടുത്ത ക്വസ്റ്റ്യൻ: വടക്കൻ കേരളത്തിൽ ഉടലെടുത്ത വീരാരാധനാപരമായ നാടോടി പാട്ടുകൾ ഏതു പേരിൽ അറിയപ്പെടുന്നു? തെക്കൻ പാട്ടുകൾ, വടക്കൻ പാട്ടുകൾ, തോറ്റം പാട്ടുകൾ, വഞ്ചിപ്പാട്ടുകൾ. ഏതാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. വടക്കൻ പാട്ടുകളാണ്. അടുത്ത ക്വസ്റ്റ്യൻ: ഇന്ത്യയിലെ ഭാഷാ കുടുംബങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന ശരിയായ പ്രസ്താവനകൾ പരിശോധിക്കുക. ഇന്തോ യൂറോപ്യൻ ഭാഷാ കുടുംബത്തിൽ പഞ്ചാബി, സിന്ധി, ഹിന്ദി, ബംഗാളി തുടങ്ങിയ ഭാഷകൾ ഉൾപ്പെടുന്നു. തെലുങ്ക്, കന്നഡ, തമിഴ്, മലയാളം, തുളു എന്നിവ ദ്രാവിഡ ഭാഷാ കുടുംബത്തിൽ പെടുന്നു. ദ്രാവിഡ ഭാഷകൾ സംസാരിക്കുന്നത് പ്രധാനമായും ദക്ഷിണ ബീഹാർ, മധ്യപ്രദേശ് എന്നീ പ്രദേശങ്ങളിലാണ്. ഇതിൽ ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിട്ടുള്ളത്.
ഓപ്ഷൻ എ 1 മാത്രം, ബി 1, 2 എന്നിവ മാത്രം, സി 2, 3 എന്നിവ മാത്രം, ഡി 1, 2, 3 എന്നിവയെല്ലാം. ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണ്? 1, 2 എന്നിവ മാത്രമാണ്. ഓപ്ഷൻ ബി 1, 2 എന്നിവ മാത്രമാണ്. ദ്രാവിഡ ഭാഷകൾ സംസാരിക്കുന്നത് ആന്ധ്ര, തെലങ്കാന, കർണാടക, തമിഴ്നാട്, കേരളം, തുളുനാട്, കൂർഗ് കുന്നുകൾ, നീലഗിരി കുന്നുകൾ എന്നീ പ്രദേശങ്ങളിലാണ്. അപ്പോൾ ദക്ഷിണ ബീഹാർ, മധ്യപ്രദേശ് ഇവിടെയെല്ലാം സംസാരിക്കുന്നത് ആസ്ട്രോ ഏഷ്യാറ്റിക് ഭാഷകളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വടക്കം പാട്ടുകളുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? വടക്കൻ പാട്ടുകളുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ. വടക്കൻ പാട്ടുകളിൽ കടത്തനാട്, കോലത്തുനാട്, വയനാട് തുടങ്ങിയ പ്രദേശങ്ങളിലെ കളരി അഭ്യാസികളുടെ പോരാട്ട കഥകൾ വിവരിക്കുന്നു. ചരിത്ര സംഭവങ്ങളും പാരമ്പര്യ മൂല്യങ്ങളും സംരക്ഷിക്കപ്പെടുന്ന വാമൊഴി പാട്ടുകൾക്ക് ഉദാഹരണമാണ് വടക്കൻ പാട്ടുകൾ. തച്ചോളി ഒതേനൻ, ആരോമൽ ചേകവർ തുടങ്ങിയവരുടെ ജീവചരിത്രവും പശ്ചാത്തലവും വടക്കൻ പാട്ടുകളുടെ ഭാഗമാണ്. അപ്പൊ വടക്കൻ പാട്ടുകളുമായി ബന്ധപ്പെട്ട് ഉള്ള ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ 1, 2 എന്നിവ മാത്രം, ബി 2, 3 എന്നിവ മാത്രം, സി 1, 3 എന്നിവ മാത്രം, ഡി 1, 2, 3 എന്നിവയെല്ലാം. ഇതില് ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. 1, 2, 3 എന്നിവയെല്ലാം ശരിയായിട്ടുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഭാഷാ വൈവിധ്യത്തെയും സംസ്ഥാന പുനഃസംഘടനയെയും കുറിച്ചുള്ള പ്രസ്താവനകൾ പരിശോധിക്കുക. സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷം ഇന്ത്യയിൽ സംസ്ഥാനങ്ങൾ പുനഃസംഘടിപ്പിച്ചത് ഭാഷയുടെ അടിസ്ഥാനത്തിലായിരുന്നു. ഒരേ ഭാഷ സംസാരിക്കുന്ന ജനങ്ങൾക്കിടയിൽ സാമൂഹിക വ്യവസ്ഥയിലും സംസ്കാരത്തിലും യാതൊരുവിധ വ്യത്യാസങ്ങളും നിലനിൽക്കുന്നില്ല. ഇതില് ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണ് എന്നാ ചോദിച്ചിട്ടുള്ളത്. 1 മാത്രം, 2 മാത്രം, 1, 2 എന്നിവ 1ഉം 2ഉം തെറ്റാണ്. അപ്പോൾ ഇന്ത്യയിലെ ഭാഷാ വൈവിധ്യത്തെയും സംസ്ഥാന പുനഃസംഘടനയെയും കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളവ ഏതൊക്കെയാണ്? ഇതിൽ ഓപ്ഷൻ സി 1, 2 എന്നിവ 2 ശരിയാണ്. 1ഉം 2ഉം ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിലെ ആകെ ജനസംഖ്യയുടെ എത്ര ശതമാനമാണ് ഗോത്ര സമൂഹം? ഓപ്ഷൻ എ 7.2%, ബി 8.6%, സി 10.4%, ഡി 12.1%. ഇതിലേതാണ്? ഓപ്ഷൻ ബി 8.6% വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഗോത്ര ജനസംഖ്യയുള്ള രണ്ടാമത്തെ രാജ്യം ഏതാണ്? ആഫ്രിക്ക, ബ്രസീൽ, ഇന്ത്യ, ഓസ്ട്രേലിയ. ഗോത്ര ജനസംഖ്യ ഏറ്റവും കൂടുതൽ രണ്ടാമത്തെ രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. അപ്പൊ ആദ്യത്തേത് ഏതാണ്? ആഫ്രിക്കയാണ്. ആഫ്രിക്കയാണ് ആദ്യത്തേത്, ഇന്ത്യ രണ്ടാമത്തേതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, പരമ്പരാഗത ഔഷധ ചികിത്സാ രംഗത്തെ സംഭാവനകൾ മുൻനിർത്തി 2018 പത്മശ്രീ അവാർഡ് നൽകി ആദരിക്കപ്പെട്ട ഗോത്ര വിഭാഗത്തിൽപ്പെട്ട വ്യക്തി ആരാണ്? ലക്ഷ്മിക്കുട്ടി, ചെറുവയൽ രാമൻ, ബിർസ മുണ്ട, സിദ്ധു മുർമു. പരമ്പരാഗത ഔഷധ ചികിത്സാ രംഗത്തെ സംഭാവനകൾ മുൻനിർത്തി 2018 പത്മശ്രീ അവാർഡ് നൽകി ആദരിക്കപ്പെട്ട ഗോത്ര വിഭാഗത്തിൽപ്പെട്ട വ്യക്തി ആരാണ്? ഇതില് ഓപ്ഷൻ എ ലക്ഷ്മിക്കുട്ടിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, പരമ്പരാഗത നെൽവിത്തനങ്ങളുടെ സംരക്ഷണത്തിനും അവയുടെ പ്രചാരണത്തിനുമായി നടത്തിയ പ്രവർത്തനങ്ങൾക്ക് 2023 പത്മശ്രീ അവാർഡ് ലഭിച്ച വയനാട്ടിലെ കുറിച്യ ഗോത്ര കർഷകൻ ആരാണ്? രാമൻ നമ്പി, ചെറുവയൽ രാമൻ, ജൈവരാമൻ, കൻഹ മുർമു. ഇപ്പൊ പരമ്പരാഗത നെൽവിത്തനങ്ങളുടെ സംരക്ഷണത്തിനും അവയുടെ പ്രചാരണത്തിനുമായിട്ട് നടത്തിയ പ്രവർത്തനങ്ങൾക്ക് 2023 പത്മശ്രീ അവാർഡ് ലഭിച്ച വയനാട്ടിലെ കുറിച്യ ഗോത്ര കർഷകൻ ആരാണ്? ഇതില് ഓപ്ഷൻ ബി ചെറുവയൽ രാമനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ പ്രശസ്തമായ സാന്താൾ കലാപം നടന്ന വർഷങ്ങൾ ഏതെല്ലാം? 1812, 1855 to 1856, 1899 to 1900, 1921. അപ്പൊ ഇതിലെ ഏത് വർഷമാണ് സാന്താൾ കലാപം നടന്നത്? ഇതിൽ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, 1855 to 1956. അടുത്ത ക്വസ്റ്റ്യൻ, സാന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയ പ്രമുഖ നേതാക്കൾ ആരായിരുന്നു? ബിർസ മുണ്ട,
രാമൻ നമ്പി, സിദ്ധു മുർമു, കൻഹു മുർമു, സീതാരാമ രാജു. അപ്പൊ സാന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയ പ്രമുഖ നേതാക്കൾ ആരായിരുന്നു? ഇപ്പൊ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. സിദ്ധു മുർമു, കൻഹു എന്നിട്ട് കൻഹു മുർമു. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, 1899 ടു 1900 കാലഘട്ടത്തിൽ നടന്ന മുണ്ട കലാപം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻസ്: ഉൽഗുലൻ പ്രസ്ഥാനം, ചുവാർ കലാപം, കോൽ കലാപം, റാംബ കലാപം. ഇതില് 1899 1900 കാലഘട്ടത്തിൽ നടന്ന മുണ്ട കലാപം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, ഉൽഗുലൻ പ്രസ്ഥാനം. അടുത്ത ക്വസ്റ്റ്യൻ, 1812 കേരളത്തിലെ വയനാട്ടിൽ ബ്രിട്ടീഷുകാരുടെ അമിത നികുതിക്കും ചൂഷണത്തിനുമെതിരെ നടന്ന ഗോത്രവർഗ സമരം ഏതാണ്? മുണ്ട കലാപം, കുറിച്യ കലാപം, പഴശ്ശി സമരം, മാപ്പിള ലഹള. 1812 നടന്നത് ഏതാണ്? ഓപ്ഷൻ ബി, കുറിച്യ കലാപമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഗ്രാമങ്ങളും നഗരങ്ങളും തമ്മിൽ വേർതിരിക്കാനാവാത്ത വിധം പരസ്പരം ബന്ധപ്പെട്ടു കിടക്കുന്ന അവസ്ഥയെ സൂചിപ്പിക്കാൻ ഗ്രാമീണ നഗര തുടർച്ച എന്ന സങ്കല്പം മുന്നോട്ട് വെച്ച സാമൂഹിക ശാസ്ത്രജ്ഞൻ ആരാണ്? MN ശ്രീനിവാസ്, ഇരാവതി കാർവേ, മഗ് ഐവർ, ഹെർബർട്ട് സ്പെൻസർ. അപ്പൊ ഗ്രാമങ്ങളും നഗരങ്ങളും തമ്മിൽ വേർതിരിക്കാനാവാത്ത വിധം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന അവസ്ഥയെ സൂചിപ്പിക്കാൻ ഗ്രാമീണ നഗര തുടർച്ച എന്ന സങ്കല്പം മുന്നോട്ട് വെച്ച സാമൂഹിക ശാസ്ത്രജ്ഞനാണ് മഗ് ഐവർ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, മഗ് ഐവർ. അടുത്ത ക്വസ്റ്റ്യൻ, പ്രകൃതി ചിത്രീകരണത്തിന് പേരുകേട്ട വടക്കൻ മഹാരാഷ്ട്രയിലെ തനത് ഗോത്ര ചിത്രകലാരൂപം ഏതാണ്? മധുബാനി പെയിന്റിംഗ്, വാർലി പെയിന്റിംഗ്, കളമെഴുത്ത്, പട്ടചിത്രം. ഇതിലേതാണ് പ്രകൃതി ചിത്രീകരണത്തിന് പേരുകേട്ട വടക്കൻ മഹാരാഷ്ട്രയിലെ തനത് ഗോത്ര ചിത്രകലാരൂപം? ഇതിലെ ഓപ്ഷൻ ബി, വാർലി പെയിന്റിംഗ് ആണ്. ഇന്ത്യൻ ഗോത്ര സമൂഹങ്ങളെ കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? ഗോത്ര സമൂഹങ്ങൾ ഇന്ത്യയിലെ തദ്ദേശീയ ജനവിഭാഗങ്ങളാണ്. ഇന്ത്യൻ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളായ മിസോറാം, നാഗാലാൻഡ്, മേഘാലയ, അരുണാചൽ പ്രദേശ് എന്നിവിടങ്ങളിൽ വലിയ ഗോത്ര ജനസംഖ്യയുണ്ട്. കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപിലും ഗോത്ര ജനസംഖ്യ കൂടുതലായി കാണപ്പെടുന്നു. ഇതിലെ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണ്? 1, 2 എന്നിവ മാത്രം, 2, 3 എന്നിവ മാത്രം, 1, 3 എന്നിവ മാത്രം, 1, 2, 3 എന്നിവയെല്ലാം. ഇതിലെ ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. 1, 2, 3 എന്നിവയെല്ലാം ശരിയാണ്. 40ാമത്തെ ക്വസ്റ്റ്യൻ, ഗോത്രകലകളുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന ജോഡികൾ പരിശോധിച്ച് തെറ്റായ ജോഡി കണ്ടെത്തുക. ഇവിടെ തെറ്റായിട്ടുള്ളതാണ് കേട്ടോ ചോദിച്ചിട്ടുള്ളത്. ഇരുള നൃത്തം ഗോത്ര നൃത്തമാണ്, പണിയ നൃത്തം ഗോത്ര നൃത്തം, മംഗലം കളി ഗോത്ര നൃത്തം, വാർലി പെയിന്റിംഗ് വടക്കൻ പാട്ട്. ഇതില് തെറ്റായിട്ടുള്ളത് ഏതാണ്? 1, 2 എന്നിവ തെറ്റാണ്, 4 മാത്രം തെറ്റാണ്, 3, 4 എന്നിവ തെറ്റാണ്. എല്ലാം ശരിയായ ജോഡികളാണ്. ഇതില് തെറ്റായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, 4 മാത്രം. വാർലി പെയിന്റിംഗ് വടക്കൻ പാട്ടല്ല അല്ലെ, അതും ഒരു ഗോത്ര ചിത്രകലയാണ്. ദേശീയോദ്ഗ്രഥനത്തിന്റെ സവിശേഷതകളുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? ആദ്യത്തെ പ്രസ്താവനയാണ്, വിവിധ പശ്ചാത്തലം, മതം, ഭാഷ, സംസ്കാരം എന്നിവയുള്ള ജനങ്ങളെ ഒരേ രാജ്യത്തിന്റെ ഭാഗമാക്കി ഒരുമിപ്പിക്കുന്ന പ്രക്രിയയാണിത്. ഇത് നാനാത്വത്തിൽ ഏകത്വം വളർത്തുകയും സാമൂഹിക ഐക്യം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. ജനാധിപത്യ ബോധത്തെ ശക്തമാക്കാനും ബഹുസ്വരത നേരിടുന്ന വെല്ലുവിളികളെ തരണം ചെയ്യാനും ദേശീയോദ്ഗ്രഥനം സഹായിക്കുന്നു. ഓപ്ഷൻ എ 1, 2 എന്നിവ മാത്രം, ഓപ്ഷൻ ബി 2, 3 എന്നിവ മാത്രം, ഓപ്ഷൻ സി 1, 3 എന്നിവ മാത്രം, ഓപ്ഷൻ ഡി 1, 2, 3 എന്നിവ എല്ലാം. ഇതിലേതാണ്? ഓപ്ഷൻ ഡി ആണ്, എല്ലാ പ്രസ്താവനകളും ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ബഹുസ്വരത നേരിടുന്ന പ്രധാന വെല്ലുവിളികളായി നൽകിയിരിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാമാണ്? മതസൗഹാർദ്ദത്തിന് വിഘാതമായി നിൽക്കുന്ന ഘടകങ്ങൾ, ഭാഷാ ന്യൂനപക്ഷങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടാതിരിക്കൽ, വനവും കുടിയൊഴിപ്പിക്കലും, പൂർവിക ഭൂമി നഷ്ടപ്പെടുന്നതിനെതിരെയുള്ള ഗോത്ര ജനതയുടെ പ്രതിഷേധങ്ങൾ. ഇതില് ബഹുസ്വരത നേരിടുന്ന പ്രധാന വെല്ലുവിളികളായിട്ട് നൽകിയിട്ടുള്ള ഘടകങ്ങൾ ഏതൊക്കെ എന്നുള്ളതാണ്. ഇതിലെ 3 എണ്ണം എന്താണ്? ബഹുസ്വരത നേരിടുന്ന പ്രധാന വെല്ലുവിളികളാണ്. അപ്പൊ 3 ഓപ്ഷൻസും ശരിയാണ്. 3 ഓപ്ഷൻസും
ബഹുസ്വരത നേരിടുന്ന പ്രധാന വെല്ലുവിളികളായിട്ട് നൽകിയിട്ടുള്ള ഘടകങ്ങളാണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ സാമൂഹിക വ്യവസ്ഥയുടെ വൈവിധ്യമാർന്ന പ്രധാന ഘടകങ്ങൾ ഏതെല്ലാമാണ്? ജാതി, മതം, ഭാഷ, ലിംഗം. മതം, ജാതി വ്യവസ്ഥ, ഭാഷ, ഗോത്ര, ഗ്രാമ, നഗര സമൂഹങ്ങൾ. വംശം, കുടുംബം, ലിംഗം, വിനോദം. തൊഴിൽ, വിദ്യാഭ്യാസം, മതം, വംശം. ഇന്ത്യൻ സാമൂഹിക വ്യവസ്ഥയുടെ വൈവിധ്യമാർന്ന പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. മതം, ജാതി വ്യവസ്ഥ, ഭാഷ, ഗോത്ര, ഗ്രാമ, നഗര സമൂഹങ്ങൾ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, താഴെ നൽകിയിട്ടുള്ളവയിൽ ബഹുസ്വരത എന്ന പദത്തിന് ഏറ്റവും അനുയോജ്യമായ അർത്ഥം ഏതാണ്? ഒരു സമൂഹത്തിൽ ഒരേ ഒരു സംസ്കാരം മാത്രം നിലനിൽക്കുന്ന അവസ്ഥ. വ്യത്യസ്ത സാമൂഹിക വിഭാഗങ്ങൾ, മതങ്ങൾ, വംശങ്ങൾ എന്നിവ ഉൾപ്പെട്ട ആളുകൾ ഒരു സമൂഹത്തിൽ ഒരുമിച്ച് ജീവിക്കുകയും തനതായ പാരമ്പര്യങ്ങൾ പിന്തുടരുകയും ചെയ്യുന്ന അവസ്ഥ. വിവിധ ഭാഷകൾ സംസാരിക്കുന്ന ജനങ്ങൾ പരസ്പരം അകന്നു കഴിയുന്ന അവസ്ഥ. ഒരു രാജ്യത്തെ ജനങ്ങളെല്ലാം ഒരേ മതം മാത്രം പിന്തുടരുന്ന രീതി. ബഹുസ്വരത എന്ന പദത്തിന് അനുയോജ്യമായിട്ടുള്ള അർത്ഥം ഏതാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. വ്യത്യസ്ത സാമൂഹിക വിഭാഗങ്ങൾ, മതങ്ങൾ, വംശങ്ങൾ എന്നിവ ഉൾപ്പെട്ട ആളുകൾ ഒരു സമൂഹത്തിൽ ഒരുമിച്ച് ജീവിക്കുകയും തനതായ പാരമ്പര്യങ്ങൾ പിന്തുടരുകയും ചെയ്യുന്ന അവസ്ഥയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, നിങ്ങളുടെ ജീവനെ നിങ്ങൾ സ്നേഹിക്കുന്നത് പോലെ മറ്റുള്ളവരുടെ ജീവനെയും നിങ്ങൾ സ്നേഹിക്കുക എന്നത് ഏത് വിശുദ്ധ ഗ്രന്ഥത്തിലെ സന്ദേശമാണ്? തത്വാർത്ഥ സൂത്രം, ജൈനഗ്രന്ഥം. അഥർവവേദം, രത്നസൂക്തം. ധർമ്മപദം, ബുദ്ധഗ്രന്ഥം. ഗുരുഗ്രന്ഥ സാഹിബ്. അപ്പൊ നിങ്ങളുടെ ജീവനെ നിങ്ങൾ സ്നേഹിക്കുന്നത് പോലെ മറ്റുള്ളവരുടെ ജീവനെയും നിങ്ങൾ സ്നേഹിക്കുക എന്ന് പറയുന്നത് ഏതിലാണ്? തത്വാർത്ഥ സൂത്രം, ജൈനഗ്രന്ഥം. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, സത്യത്തിലും ധർമ്മത്തിലും ഉറച്ചു നിൽക്കുന്നവർ ശുദ്ധരാകുന്നു എന്നത് ഏത് മതദർശനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ജൈനമതം, ബുദ്ധമതം, സിഖ് മതം, ഇസ്ലാം മതം. ഇപ്പൊ സത്യത്തിലും ധർമ്മത്തിലും ഉറച്ചു നിൽക്കുന്നവർ ശുദ്ധരാകുന്നു എന്നത് ഏത് മതദർശനവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്? ഇതില് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, ബുദ്ധമതം. അടുത്ത ക്വസ്റ്റ്യൻ, കല്ലുമാല സമരം, മൂക്കുത്തി സമരം എന്നിവ ഏത് സാമൂഹിക തിന്മയ്ക്കെതിരെ കേരളത്തിൽ നടന്ന പ്രധാന പ്രതിരോധങ്ങളാണ്? വിദേശ ഭരണത്തിനെതിരെ, ജാതിപരമായ അസമത്വങ്ങൾക്കും അടിച്ചമർത്തലുകൾക്കുമെതിരെ, ഭാഷാ വിവേചനത്തിനെതിരെ, ഉയർന്ന ഭൂനികുതിക്കെതിരെ. ഏത് സാമൂഹിക തിന്മയ്ക്കെതിരെയാണ് കല്ലുമാല സമരം, മൂക്കുത്തി സമരമൊക്കെ നടന്നിരുന്നത്? ഇതിൽ ഓപ്ഷൻ ബി ആണ്, ജാതിപരമായിട്ടുള്ള അസമത്വങ്ങൾക്കും അടിച്ചമർത്തലുകൾക്കും എതിരെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വടക്കൻ മഹാരാഷ്ട്രയിലെ വാർലി പെയിന്റിങ്ങുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ പരിശോധിക്കുക. ഇത് പ്രധാനമായും പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്ന ഗോത്ര സമൂഹത്തിന്റെ ജീവിത രീതി പ്രതിഫലിപ്പിക്കുന്ന ചിത്രകലയാണ്. മൃഗങ്ങൾ, പക്ഷികൾ, മരങ്ങൾ, മനുഷ്യരുടെ ദൈനംദിന ജീവിതം, നൃത്തം, കൊയ്ത്ത് എന്നിവയാണ് ഇതിലെ പ്രധാന വിഷയങ്ങൾ. ഈ ചിത്രരചനയ്ക്ക് പച്ചക്കറികളുടെ ചായങ്ങളും പ്രകൃതിദത്ത വസ്തുക്കളുമാണ് ഉപയോഗിക്കുന്നത്. ഇതിൽ ഓപ്ഷൻസ് 1 മാത്രം, 1, 2 എന്നിവ മാത്രം, 2, 3 എന്നിവ മാത്രം, 1, 2, 3 എന്നിവയെല്ലാം. ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകള്? ഇതിലെ 3 പ്രസ്താവനകളും ശരിയാണ്. അപ്പൊ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഗ്രാമസമൂഹവും നഗരസമൂഹവും തമ്മിലുള്ള താരതമ്യവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? ഗ്രാമസമൂഹങ്ങളിലെ പ്രധാന തൊഴിൽ കൃഷിയും അതിനോടനുബന്ധിച്ച പ്രവർത്തനങ്ങളുമാണ്. നഗരസമൂഹങ്ങളിൽ വ്യവസായങ്ങൾ, കച്ചവടം, IT പാർക്കുകൾ, വിവിധ സേവനങ്ങൾ എന്നിവയ്ക്കാണ് പ്രാധാന്യം. ആധുനിക കാലത്ത് മൊബൈൽ ആപ്ലിക്കേഷനുകളുടെയും സാങ്കേതിക വിദ്യയുടെയും വളർച്ചയിലൂടെ ഗ്രാമങ്ങളും നഗരങ്ങളും തമ്മിലുള്ള പരസ്പരാശ്രയത്വം ഇല്ലാതായിരിക്കുന്നു. ഇതിലപ്പോ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതൊക്കെയാണ്? ഗ്രാമസമൂഹങ്ങളിലെ പ്രധാന തൊഴിൽ കൃഷിയും അതിനോടനുബന്ധിച്ച പ്രവർത്തനങ്ങളുമാണ്, ശരിയായിട്ടുള്ളതാണ്. നഗരസമൂഹങ്ങളിലെ വ്യവസായങ്ങൾ, കച്ചവടം, IT പാർക്കുകൾ, വിവിധ സേവനങ്ങൾ എന്നിവയ്ക്കാണ് പ്രാധാന്യം, ശരിയാണ്. ആധുനിക കാലത്ത് മൊബൈൽ ആപ്ലിക്കേഷനുകളുടെയും സാങ്കേതിക വിദ്യയുടെയും വളർച്ചയിലൂടെ നഗരങ്ങളും തമ്മിലുള്ള പരസ്പരാശ്രയത്വം ഇല്ലാതായിരിക്കുന്നു. തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. പരസ്പരാശ്രയത്വം കൂടുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതില് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ 1ഉം 2ഉം മാത്രമാണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ദേശീയോദ്ഗ്രഥനത്തെ ദോഷകരമായി ബാധിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാമാണ്?
ജാതീയതയും ജാതി വിവേചനങ്ങളും മതസൗഹാർദ്ദം തകർക്കുന്ന രീതിയിലുള്ള വർഗീയ സംഘർഷങ്ങൾ, സാംസ്കാരികവും ഭാഷാപരവുമായ വൈവിധ്യങ്ങളെ പരസ്പരം ബഹുമാനിക്കൽ. ഓപ്ഷൻ എ 1 മാത്രം, ഓപ്ഷൻ ബി 1, 2 എന്നിവ മാത്രം, ഓപ്ഷൻ സി 2, 3 എന്നിവ മാത്രം, ഓപ്ഷൻ ഡി 1, 3 എന്നിവ മാത്രം. അപ്പൊ ഇതില് ദേശീയോദ്ഗ്രഥനത്തെ ദോഷകരമായി ബാധിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഇതിൽ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 1ഉം 2ഉം മാത്രമാണ്. ജാതീയതയും ജാതി വിവേചനങ്ങളും മതസൗഹാർദ്ദം തകർക്കുന്ന രീതിയിലുള്ള വർഗീയ സംഘർഷങ്ങൾ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്നുള്ളത്. അപ്പൊ എല്ലാവരും ഇനി നിങ്ങളുടെ മാർക്കുകൾ കമന്റിലൂടെ അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം. അതുപോലെ അഭിപ്രായങ്ങളും കമന്റിലൂടെ അറിയിക്കാം. ആരെങ്കിലും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ അവരെ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. അതുപോലെ ലൈക്ക്, കമന്റ്, ഷെയർ ഒക്കെ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇനി നമുക്കിനി അടുത്ത ക്ലാസ്സിൽ 9th ഹിസ്റ്ററിയുമായിട്ട് കാണാം. അപ്പൊ 10th ഹിസ്റ്ററി ഇതോടുകൂടി അവസാനിച്ചിരിക്കുന്നു. ഇനി അടുത്ത ദിവസം നമുക്ക് 9th ഹിസ്റ്ററിയുമായിട്ട്, ഹിസ്റ്ററി ചാപ്റ്റേഴ്സുമായിട്ട് കാണാം. അപ്പൊ അതുവരെയ്ക്കും ബൈ.